guys, welcome to my YouTube channel Anjali Achuti. So today's topic is about fake peoples. അപ്പം നിങ്ങൾക്ക് നമ്മുടെ തമിഴിൽ കണ്ടപ്പോഴേ മനസ്സിലായിരിക്കും ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. ഓഫ് കോഴ്സ് നമ്മുടെ ചുറ്റുപാടുമുള്ള ചില മുഖം മൂടിയിട്ട വ്യക്തികളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അവരെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിൽ ചിരിച്ചു കളിച്ചൊക്കെ നിൽക്കുമെങ്കിലും നമ്മളോട് അസൂയ, കുശുമ്പ്, നമ്മളോടൊരു മത്സര ബുദ്ധി ഇതൊക്കെ ഉള്ളിൽ കീപ്പ് ചെയ്യുന്ന ചില വ്യക്തികളായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലും കാണും ഇങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ഏത് ടൈപ്പുള്ള ആൾക്കാരായാലും നിങ്ങളുടെ ചുറ്റുപാടും ഇങ്ങനെയുള്ളവർ കാണും. അപ്പം ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ പറ്റുന്ന 5 ടിപ്സ് ആട്ടോ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കുറച്ച് കാണിക്കുക. അതായത് ഇപ്പം നിങ്ങളിപ്പോൾ നല്ലൊരു ഡ്രസ്സ് എടുത്തെന്ന് വെച്ചോ, അല്ല പോട്ടെ നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിയെന്ന് വെച്ചോ, അതും അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫോൺ എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടി, ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ അവരോട് ഷെയർ ചെയ്യുക. അല്ല അവരേതെങ്കിലും ഒരു രീതിയിൽ അറിഞ്ഞെന്ന് വെച്ചോ, അവരതിനെ വളരെ വില കുറച്ച് കാണുന്ന ഒരു ബിഹേവിയർ. അതായത് അവരിപ്പോൾ നിങ്ങളോട് പറയും, ഇപ്പം നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടിയെന്ന് വെച്ചോ, ഓക്കെ, അല്ലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടിയെന്ന് വെച്ചോ, അവർ പറയും, ഓ ഇതെല്ലാവരെയും കൊണ്ട് പറ്റുന്ന കാര്യമല്ലേ, ഇതിലൊന്നും വലിയ കാര്യമില്ല. അങ്ങനെ ഒരു സ്വഭാവ രീതി. നമ്മുടെ ലൈഫിൽ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് നേടുന്ന കാര്യങ്ങളെ വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കാണുന്നൊരു സ്വഭാവ രീതി. അതായത് ആർക്കും പറ്റും, എങ്ങനെയും പറ്റും, അങ്ങനെ ഒരു രീതിയിൽ ഒരു വല്ലാത്ത സംസാര രീതി കീപ്പ് ചെയ്യുന്നവരായിരിക്കും ഇങ്ങനെയുള്ളവർ, ഓക്കെ. രണ്ടാമത്തത് കപടമായ പുകഴ്ത്തലുകൾ. അതായത് നിങ്ങളിപ്പോൾ നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചെന്ന് വെച്ചോ, ഇവർ നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ പറയും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടെന്ന്. ഇവർ ഒരു ഉളുപ്പില്ലാതെ നിങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ പറയും. പക്ഷേ അതിൻ്റെ തൊട്ട് പുറകിന് അടുത്തൊരു ഡയലോഗ് വരും. ഉദാഹരണത്തിന്, ഈ ഡ്രസ്സൊക്കെ വളരെ നന്നായിട്ടുണ്ട്, പക്ഷെ നിനക്കത് അധികം ചേരുന്നില്ല. അതായത് നിന്റെ കളറിന് ചേരുന്നില്ല, അല്ലെങ്കിൽ നിനക്ക് വണ്ണമായതുകൊണ്ട് നിനക്ക് അത്ര ചേരുന്നില്ല. സംഭവം ഡ്രസ്സൊക്കെ ഓക്കെ കൊള്ളാം, അങ്ങനൊരു രീതി. നമ്മൾ പുറമേ നോക്കുമ്പോൾ ആഹാ അവർ ഓക്കെ കൊള്ളാം അടിപൊളിയായി എന്ന് നമ്മളോട് പറഞ്ഞു, പക്ഷെ തൊട്ട് പുറകിന് തന്നെ നമ്മളെ മെൻ്റലി അല്ലെങ്കിൽ നമ്മളെ അത്രയും ഡൗൺ ആക്കാൻ അവർ ട്രൈ ചെയ്യാറുള്ളത്. അതിപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ ലൈഫിൽ എന്ത് അച്ചീവ് ചെയ്താലും അവർക്ക് നിങ്ങളെ പുകഴ്ത്താതെ വേറെ വഴിയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഓക്കെ നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളെ എന്തായാലും പുകഴ്ത്തും. പക്ഷെ തൊട്ട് പുറകിന് തന്നെ നിങ്ങളെ നെഗറ്റീവ് ആക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ മാനസികമായിട്ട് ഡൗൺ ആവാൻ അവരെന്തേലും ഒരു കാര്യം പറഞ്ഞിരിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പരാജയത്തിൽ അവർ സന്തോഷിക്കും. പുറമേ അവർ വലിയ സങ്കടങ്ങളും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ഡൗൺ ആകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരാജയം സംഭവിക്കുമ്പം അവരുടെ കണ്ണുകളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ശരീരഭാഗത്തിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. പുറമേ ഒരു വിഷമം കാണിക്കുമായിരിക്കും, പക്ഷെ ചിലരുടെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരെന്താണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് നമ്മളുടെ ആ ഒരു താഴ്ചയിലുണ്ടായ സന്തോഷം അവരുടെ മുഖത്തുനിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കുറ്റപ്പെടുത്തൽ. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ അത് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ നമ്മളെ കുറ്റപ്പെടുത്തും. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് എപ്പോഴും നിർത്തുന്നതാണ് നല്ലത്. ഇനി നാലാമത്തെ കാര്യം, അവർ നിങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കും. കാര്യം നിങ്ങളോട് ദേഷ്യമുണ്ട്, കുശുമ്പുണ്ട്, അസൂയയുണ്ട്, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ കോപ്പി ചെയ്യാൻ അവർ ശ്രമിക്കും. അതായത് ഇപ്പം നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലായാലും ഇപ്പം നിങ്ങളുടെ നിങ്ങളുടെ ക്യാരക്ടർ ആയാലും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ പോലും അറിയാതെ അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പക്ഷെ എന്നാൽ നിങ്ങളെ അവർ അംഗീകരിച്ച് തരുമോ? അതുമില്ല, ഒരിക്കലും നിങ്ങളെ അംഗീകരിച്ച് തരത്തുമില്ല. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരുടെ ലൈഫിൽ കോപ്പി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇനി അഞ്ചാമത്തതും ഏറ്റവും അവസാനത്തതുമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുമായിട്ട് മത്സരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫോൺ എടുത്തെന്ന് വെച്ചോ, അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫോൺ അവരെടുക്കാൻ ശ്രമിക്കും. അതുപോലെ നിങ്ങൾ നന്നായിട്ടൊന്ന് ഡ്രസ്സ് ചെയ്തെന്ന് വെച്ചോ, അതിനേക്കാൾ ഭംഗിയിൽ അവർ ഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഏതൊരു ചെറിയ കാര്യത്തിനും ഒരു മത്സര ബുദ്ധി അവർ കാണിച്ചുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെക്കാൾ ഒരുപാട് നന്നായിട്ട് അവർക്ക് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അങ്ങനെ എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ അടുത്ത് ഒരു മത്സരം കീപ്പ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും അവർ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫ് അതുപോലെ നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം അവരിൽ നിന്ന് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിർത്തുക. അതായത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയുള്ള വ്യക്തികളോട് പോയി ഷെയർ ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്ക് ഒട്ടും ഗുണം ചെയ്യില്ല. പിന്നെ അതുപോലെ ഇവരുടെ ക്യാരക്ടർ നിങ്ങൾ അറിഞ്ഞിട്ടും പിന്നെ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു നെഗറ്റിവിറ്റി നമ്മളിലേക്കും വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള പീപ്പിൾസിനെ എപ്പോഴും ഒരു ഡിസ്റ്റൻസിൽ മാത്രം കീപ്പ് ചെയ്യുക. നിങ്ങളുടെ പോസിറ്റിവിറ്റി അത് എപ്പോഴും നിങ്ങൾ അതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ 5 ലക്ഷണങ്ങളുള്ള
ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ഏത് റിലേഷൻഷിപ്പിലുള്ളവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അവരെ നിർത്തുന്നതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് നല്ലത്. നമുക്ക് നമ്മുടെ ലൈഫിൽ സക്സസ് ആയേ പറ്റൂ. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ കൂടെ നമുക്ക് ഡീൽ ചെയ്യാനുള്ള സമയമില്ല. സോ അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക്, അവരെന്തെങ്കിലും കാണിക്കട്ടെ. പിന്നെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങളത് പ്രൈവറ്റ് ആക്കി വെക്കുക. അല്ലാതെ ഉള്ള നല്ല കാര്യങ്ങളായാലും നിങ്ങൾ ജീവിതത്തിൽ നേടിയ കാര്യങ്ങളായാലും അപ്പം ഇവരുടെ അടുത്ത് പോയി ഷെയർ ചെയ്യാതിരിക്കുക. ഷെയർ ചെയ്തിട്ടും കാര്യങ്ങളൊന്നുമില്ല. സോ അങ്ങനെയുള്ള മനുഷ്യന്മാരെ എപ്പോഴും ഒരു ഡിസ്റ്റൻസിൽ മാത്രം നിർത്തുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കമൻറ്റിൽ നിങ്ങൾ ചെയ്യുക. ഇതുപോലുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവം ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറൊരു ടോപ്പിക്കായിട്ട് എന്തായാലും വരുന്നതാണ്. സോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഞാൻ എന്ത് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അതിനെക്കുറിച്ചും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.